This video is for those who still say ഈ മാസത്തെ ട്രാഫിക് അല്ലെങ്കിൽ റാങ്കിങ് ഡ്രോപ്പിന്റെ കാരണം ഗൂഗിൾ അപ്ഡേറ്റ് ആണ്. ഇവിടെ ആക്ച്വലി ചിലപ്പോൾ ഗൂഗിൾ അപ്ഡേറ്റ് ആയിരിക്കാം, പക്ഷെ നിങ്ങൾക്കത് ആക്ച്വലി ഇഷ്യൂ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ യു ജസ്റ്റ് ബ്ലെയിം ദാറ്റ് ഇൻ ടു ദ ഗൂഗിൾ. സോ ഇവിടെ എന്താ ആക്ച്വലി ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ആ ഇഷ്യൂ ഐഡന്റിഫൈ ചെയ്യാൻ അറിയണം അല്ലേ? സോ അതിന് എന്താ ഇഷ്യൂസ് എങ്ങനെയാണ് വരണേ, ഈ പറഞ്ഞ ഒരു ട്രാഫിക് ഡ്രോപ്പ് എങ്ങനെയാണ് വന്നതെന്നൊക്കെ അനലൈസ് ചെയ്യാൻ പഠിക്കണം. അതിന് ഒരു ചെറിയൊരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മാസം എന്തെങ്കിലും ഒരു ട്രാഫിക് ഡ്രോപ്പ് ഉണ്ടായ ഞാൻ കോമൺലി ചെയ്യാറുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ബ്രാൻഡഡിൽ നിന്നാണോ അല്ലെങ്കിൽ നോൺ ബ്രാൻഡഡ് ട്രാഫിക്കിൽ നിന്നാണോ ആ ലോസ് വന്നതെന്ന് നോക്കും. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന ബ്രാൻഡഡ് ക്വറീസും നോൺ ബ്രാൻഡഡ് ക്വറീസും GSE നമുക്ക് ആക്ച്വലി ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് ഇതിനെ പ്രീവിയസ് മന്ത് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിലെന്തെങ്കിലും ഡിഫറൻസസ് അല്ലെങ്കിൽ അനോമലീസ് കാണുന്നുണ്ടെങ്കിൽ, അത് പർട്ടിക്കുലർലി ബ്രാൻഡഡ് ട്രാഫിക്കിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയർലി ഐഡന്റിഫൈ ചെയ്യാം ഈ മാസം വന്ന ആ ഒരു ഡിപ്പ് ബ്രാൻഡഡ് ട്രാഫിക്കിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ യു ക്യാൻ ആക്ച്വലി സേ ഇൻ ദ റിപ്പോർട്ട് ഇറ്റ്സെൽഫ് ഇറ്റ്സ് ഡ്യൂ ടു ദ ബ്രാൻഡഡ് ട്രാഫിക്. അപ്പോൾ ബ്രാൻഡഡ് ട്രാഫിക്കിന് SEOയിൽ കുറേ ഇൻഫ്ലുവൻസിങ് ഇല്ല, ബിക്കോസ് അത് പ്യുവർലി ബ്രാൻഡിങ് റിലേറ്റഡ് ആയിട്ട് ഒരു കസ്റ്റമർ മേക്ക് ചെയ്യുന്ന സെർച്ചാണ്. ഓക്കെ. പിന്നെ ചിലപ്പോൾ ചില ഇഷ്യൂസിൽ സീസണാലിറ്റി ബിസിനസ്സുകളായിരിക്കാം. ചിലപ്പോൾ ഒരു പീക്ക് സീസൺ ഉണ്ടാവും. ആ പീക്ക് സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബിസിനസ്സിന് ഡ്രോപ്പ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ബിസിനസ്സിൽ എപ്പോഴാണ് പീക്ക് സീസൺ വരുന്നത്, എപ്പോഴാണ് ആ ഒരു ഓഫ് സീസൺ വരുന്നത് എന്നുള്ളൊരു സംഭവം നിങ്ങൾ പ്രോപ്പറായിട്ട് ബിസിനസ് മനസ്സിലാക്കിയാലേ നിങ്ങൾക്കത് അറിയുള്ളൂ. സോ ഇതുപോലെ കുറേ കോമൺ ലോജിക്ക് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. അത് നിങ്ങൾ എപ്പോഴും ഗൂഗിളിന്റെ തലയിൽ കൊണ്ട് ഇടാൻ നോക്കരുത്. ഓക്കെ, ബൈ.